ഹലോ ഗായ്സ്, ഇന്ന് അർജൻറ്റീനേൻ്റെ കളിയല്ല, ഫ്രാൻസ് വേഴ്സസ് സ്പെയിനിൻ്റെ കളിയാണ്. സോ ഫൈനലിൽ അർജൻറ്റീനേൻ്റെ കൂടെ ആരാ കളിക്കാൻ വരുന്നതെന്ന് നമുക്കറിയണമല്ലോ. സോ അതുകൊണ്ട് നമുക്ക് കളി കണ്ടു നോക്കാം ഗേസ്. എനിക്ക് സ്പെയിൻ ജയിക്കണം എന്നാണ് ആഗ്രഹം, പക്ഷേ ഫ്രാൻസിൻ്റെ മുന്നിൽ സ്പെയിൻ ജയിക്കുമെന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് കളി കാണാം ഗേസ്. കളി ഏതാനും നിമിഷത്തിനുള്ളിൽ തുടങ്ങും ഗേസ്. കളി ആലോചിക്കുമ്പോൾ ടെൻഷനാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ടെൻഷൻ കുറയ്ക്കാനുള്ള വല്ല വഴിയറിയി പറഞ്ഞിരിക്കും. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നാളെ മെസ്സി ജയിക്കട്ടെ, അർജൻറ്റീന ജയിക്കട്ടെ. യെസ്, പെനാൽറ്റി ഇതടിക്കോ മിസ്സാക്കുമോ അറിയില്ല, പക്ഷെ പെനാൽറ്റിയാ. സ്പെയിൻ 1 ഫ്രാൻസ് 0. ഹാഫ് ടൈം ആയി ഗേസ്. ഇപ്പോഴും സ്പെയിൻ 1 ഫ്രാൻസ് 0. ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്ന് കളി പോവോ ഗേസ്, അതോ ഫ്രാൻസ് ജയിക്കുമോ അറിയില്ല. കളി കഴിയുന്നോടം വരെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. സ്പെയിൻ 2 ഗേസ്. ഫ്രാൻസ് ഇപ്പോഴും 0 നിൽക്കുക. അടിക്കുമോ വല്ലതും അറിയില്ല. അങ്ങനെ ഫൈനലി എൻ്റെ ആഗ്രഹം പോലെ സ്പെയിൻ ജയിച്ചു ഗൈസ്. ഞാനതൊട്ടും എക്സ്പെക്റ്റ് ചെയ്തതല്ലായിരുന്നു കളി തുടങ്ങുന്നതിന് മുന്നേ. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി സ്പെയിൻ ജയിക്കുന്നതിലേക്കാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ് വശമെന്ന്. ആൻഡ് ഫൈനലി സ്പെയിൻ ജയിച്ചു, 2-0 ജയിച്ചു. കൊള്ളാം, നൈസ്. ഇനി നാളത്തെ കാര്യം എന്താവോ എന്ന് ആലോചിക്കുമ്പോഴാണ് ടെൻഷൻ. ഓ മൈ ഗോഡ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.